മുമ്പിൽ നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ ആളാരാ? നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ പെണ്ണുമ്പിള്ള പറയണം നമ്മൾ നല്ലവനാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ 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 ഇതിപ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം, കയ്യും കെട്ടി വലിയ മഹാനെ പോലെ ഇരിക്കുന്നല്ലോ. നിന്റെ പെണ്ണുമ്പിള്ള പറയോ നീ നല്ലവനാണെന്ന്? ഓള് ലോകത്താരെ കുറിച്ച് നല്ലത് പറഞ്ഞാലും നിന്നെ കുറിച്ച് പറയൂല. കാരണം നിന്റെ എല്ലാ തരികടയും ഓക്കറിയാം. നീ വലിയ ആളാ, ഇവിടത്തെ വലിയ ആളാ, പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ നമ്മളൊക്കെ എല്ലാരും കമ്മിറ്റിക്കാരൊക്കെ ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി ഇങ്ങനെ കിടപ്പുറയിൽ ആമിനയുടെ കൂടെ കിടക്കുമ്പോ ചുമ്മാതെ ഒന്ന് ചോദിക്കണം, ആമിന സിറാജ് പറഞ്ഞത് നീ കേട്ടായിരുന്നോ? ഇന്ന് വയല് പറഞ്ഞ ഉസ്താദ് പറഞ്ഞത് കേട്ടോ? എടി ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലത് പറയോ? ഓളുടെ മറുപടി നീ കേൾക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ പറയാനാ കാക്ക? എടാ, ഓരോ ഭർത്താക്കന്മാരും വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് പറയും, ഉസ്താദ് പറഞ്ഞത് കേട്ടോടി, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയുന്ന വാചകമാ, പെണ്ണെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എന്റെ മൂക്കിന്റെ അകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന നീ ഇങ്ങനെ തുടച്ചെടുക്കണോടി. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. എനിക്ക് അത്രയ്ക്കും പവറാ. ഭാര്യയോട് പറയുന്നു, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ആരാ പറയുന്നത്? കഞ്ചാവ് അടിച്ചിട്ട് ഓടെ കിടക്കുന്നവൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാത്തവനാ പെണ്ണും എടുത്ത് പോയിട്ട് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം നീ നന്നാകും. നിങ്ങളുടെ നാട്ടുകാര് നീ മഹാനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൂടെ കിടക്കുന്നവിടെ പറയട്ടെ നീ നല്ലവനാണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. താത്താമാർക്ക് എഴുന്നേറ്റ് നിന്നൊന്ന് കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സഹോദരിമാർക്ക് അത് എഴുന്നേറ്റ് നിന്നിട്ട്. കാരണം സാധാരണ വഴുതു പറയുന്ന ഉസ്താദന്മാരൊക്കെ പെണ്ണുങ്ങളെ കുറ്റവാ പറയാറ്. ആദ്യമായിട്ട് അല്ല ഒരു ചങ്ങാതി ഞങ്ങൾക്ക് വേണ്ടി വഴുതു പറയണേ. ഇല്ലേ താത്താമാരെ, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. കാരണം നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കണം. ഞാൻ പണ്ട് വഴുതു പറയുന്ന സമയത്ത് പഠിച്ചിറങ്ങിയിട്ട് ഞാനൊരിക്കൽ 9 കൊല്ലം കണ്ടായി. ഞാനൊരിക്കൽ വഴുതു പറഞ്ഞപ്പോ പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചു. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ 10-29 കേസുണ്ട്. അതാണ് അവസ്ഥ. പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അകത്ത് കയറി കിടക്കേണ്ടി വരും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പൊന്നാര ചങ്ങാതി, നാട്ടുകാർ മുഴുവനും നീ നല്ലവനാന്ന് പറയണ്ട. ഓളോട് പോയി ചോദിക്ക, നീ നല്ലവനാണോ? ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ നല്ലത് പറയണം. അതിന് നീ നല്ലവനായിരിക്കണം. ചുമ്മാതെ പറയൂ. ഓള് നിന്നെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നീ നല്ലവനായിരിക്കണം. അവൾ ആദരിക്കണം, അവളെ ബഹുമാനിക്കണം. അവൾക്ക് കൊടുക്കേണ്ട സ്ഥാനം, ഭാര്യക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം നീ. അവൾക്ക് ആവശ്യമുള്ളത് എന്താണ് നീ വാങ്ങിച്ചു കൊടുക്കണം. അല്ലാതെ എങ്ങനെ പെണ്ണും കെട്ടി നടന്നാ പോരാ. ഇവിടെ 3-4 പെണ്ണ് കെട്ട ഒരു ഭർത്താവിന്, ഒരു ആണിന് 4 പെണ്ണ് കെട്ട. 4 പെണ്ണ് കെട്ടാന്ന് പറഞ്ഞിങ്ങനെ 4 പഞ്ചായത്തിൽ പോയി കെട്ടലല്ല. 4 വിവാഹം കഴിക്കാനുള്ള അനുവാദമൊക്കെ ദീൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ 4 വിവാഹം കഴിക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? 1 നാട്ടുകാരും മഹല്ലും കുടുംബക്കാരും അറിഞ്ഞ് 1 കെട്ടും. എന്നിട്ട് ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ഒരെണ്ണത്തിനെ കെട്ടിയിട്ട് ഒരു വാടക വീട് എടുത്തു കൊടുത്തിട്ട് പറയും, അണ്ണാച്ചി വരുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വരാന്ന്. ആ പരിപാടി ദീനിലില്ല. അങ്ങനെ വിവാഹം കഴിക്കാൻ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടില്ല. എടോ, നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്റെ 1ാമത്തെ ഭാര്യയെ നീ എങ്ങനെ കാണുന്നു അതേപോലെ 2ാമത്തെ ഭാര്യയും കാണണം. അവരെ 2 പേരെയും ഒരേപോലെ കാണാൻ നിന്നെ കൊണ്ട് കഴിയണം. വേർതിരിവ് കാണിച്ച നീ രക്ഷപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് ആവശ്യം എന്താ കൊടുക്ക്, വേണ്ടതൊക്കെ കൊടു. പടച്ചോനെ, വഴുതു പറയുന്നു അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുതു പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, കേൾക്കുന്നവർക്ക് കാപ്പി കുടിക്ക്. അല്ലാഹു ഹൗദുൽ കൗസർ നൽകുമാറാകട്ടെ. ബക്കറ്റ് പിന്നെടുക്കാ, ബക്കറ്റ് എടുത്താൽ ഓടുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട്
ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നവരുണ്ട്. വഅദ് കേൾക്കുന്നവർക്ക് ചുക്ക് കാപ്പി, വഅദ് പറയുന്ന ആൾക്ക് ചൂടുവെള്ളം, കുഴപ്പമില്ല. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു എനിക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിനെ കുറിച്ച് ഭാര്യ നല്ലത് പറയണമെങ്കിൽ നീ നല്ലവനാകണം. നിന്റെ ഭാര്യക്ക് ആവശ്യപ്പെട്ടത് എന്താണോ, അർഹതപ്പെട്ടത് എന്താണോ നീ കൊടുക്കുക. ചെലവിന് പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ. ആ ചെലവിന് പോലും കൊടുക്കാത്തത് കൊണ്ടല്ലേ ഭാര്യ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അനുവാദമില്ലാതെ പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ പൈസ എടുക്കാറില്ലേ ഭാര്യമാര്? അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? അത്താമാര് അങ്ങനെ പൈസ എടുക്കാൻ പാടുണ്ടോ? ഉണ്ടോ? അപ്പൊ ഭർത്താവിന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പൈസ എടുക്കാൻ പാടുണ്ടോ ഭാര്യ? ഉണ്ടോ? ഇല്ല, അവസ്ഥാമാരൊക്കെ ഇരിക്കുന്നുണ്ട്. എടുക്കാൻ പാടുണ്ടോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളൊക്കെ തന്നെ, പക്ഷെ എനിക്ക് ചെലവിന് തരാറില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാതെ പൈസ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞ മറുപടി, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ മഹാനായി നബി റസൂലുള്ളാഹി ആവശ്യമുള്ളത് എടുത്തുകൊള്ളാനാ പറഞ്ഞത്. അപ്പൊ ഏത് ഭർത്താവ് എടുക്കാൻ പറ്റുന്ന ആർക്കാ? നിനക്ക് അർഹതപ്പെട്ടത് പോലും തരുന്നില്ല, നിനക്ക് അവകാശപ്പെട്ടത് പോലും വസ്ത്രം വാങ്ങിത്തരുന്നില്ല, ഭക്ഷണം വാങ്ങിത്തരുന്നില്ല, നിനക്ക് ആവശ്യമുള്ളത് പോലും തരാതെ വരുന്ന ഭർത്താവിന്റെ അടുക്കൽ നിന്നാ ചോദിക്കാൻ എടുക്കാൻ പറയുന്നത്. തീങ്ങാനിലാക്കിയേക്കരുത്. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നല്ലവനായിരുന്നാൽ നിന്റെ രഹസ്യവും നിന്റെ പരസ്യവും നിന്റെ ഭാര്യക്കറിയാം. അവൾക്കെല്ലാം അറിയാം, നിന്റെ എല്ലാ സ്വഭാവവും നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്കറിയാം. ആ ഭാര്യ പറയണം, എന്റെ ഇക്ക 1000 നാവായിരിക്കണം. മരണപ്പെട്ടു പോയ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്നും പല ഭാര്യമാര് കരയാറുണ്ട്. അവർക്ക് തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ 1000 നാവാ. എന്തൊരു വല്ലാത്ത സ്നേഹം, വല്ലാത്ത ഒരു ബഹുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ നല്ലത് പറഞ്ഞാൽ ആ ഭർത്താവിന് സ്വർഗമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പള്ളിയുടെ പണിയെല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം വേണം. ആ സ്ഥാപനം വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്പം സ്ഥലം വേണമല്ലോ. ഈ വഅദ് പറയുന്ന മജ്ലിസ് പടച്ചവനെ ഇരിക്കുന്ന സ്ഥലം ഒരു മദ്രസ പണിയാണ്, ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനം പണിയാൻ. പടച്ചവനെ, ഈ വസ്തു വാങ്ങണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും വെറുതെ കൊടുക്കണ്ട. കൊടുത്തെന്ന് പറഞ്ഞ് നിനക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല. അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരു 10 രൂപ എടുത്ത് നീ ബക്കറ്റിന്റെ അകത്തിട്ടാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നറിയോ? സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. മാരകമായ രോഗങ്ങള്, അറുത്തു മുറിക്കുന്ന രോഗങ്ങള്. എനിക്ക് മുമ്പ് പ്രസംഗം നടത്തിയ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടവരാണ്. പടച്ചവനെ, ക്യാൻസർ രോഗം പിടിച്ചവർ, പടച്ചവനെ, കിഡ്നി രോഗം പോകണമെന്നവർ, അവരുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വേദന സഹിക്കാൻ കഴിയാതെ പടച്ചവനെ, ഇസ്തിരിയത, ചൂടുള്ള ഇസ്തിരി എടുത്തിട്ട് തന്റെ ശരീരത്തിൽ വെച്ചാലോ എന്ന അവസ്ഥ ചിന്തിച്ചു പോകുന്ന അവസ്ഥ. എന്തൊരു വേദനയാണെന്നറിയോ? ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു കീമോ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് പടച്ചവനെ വന്നവർക്കേ അറിയൂ സഹോദരാ. എത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും എല്ലാം പോവുകയാണ്, സമ്പാദ്യം മുഴുവനും പോവുകയാണ്. പടച്ചവനെ, വാഹനം പോകുന്നു, സമ്പത്ത് പോകുന്നു. എന്റെ സഹോദരാ, അതിന്റെ പ്രയാസം എന്താണെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും അറിയല്ലോ. എന്തിനാ നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ശിഹാബ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ വഅദ് പറയുന്ന സദസ്സിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. സമയം കിട്ടുമെങ്കിൽ അറിയുമെങ്കിലും ചോദിക്കുമെങ്ങള് ആ വേദന എന്താണെന്ന്, ആ പ്രയാസം എന്താണെന്ന്. എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാണെന്നറിയോ? പക്ഷേ ദുആ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പടച്ചവനെ, ആ ഖുർആൻ ഓതിയിട്ടുള്ള ദുആ ഉണ്ടല്ലോ, ഓരോ വർഷവും റമളാൻ മാസം മുഴുവനും പരിശുദ്ധമായ പള്ളികളിൽ അവിടെ ഇമാമത്ത് നിന്നിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോ എന്റെ സഹോദരാ, വല്ലാത്ത വേദനയാണോ, എന്തൊരു പ്രയാസമാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സദഖ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ
അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവർക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമടോ. അതുകൊണ്ടാ പെങ്ങളെ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കുമ്പോ പള്ളിക്ക് കൊടുക്കുന്നത്, പാപങ്ങൾക്ക് കൊടുക്കുന്നത്, സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത് എന്തിനാ മോളെ? രക്ഷപ്പെടാനല്ലേ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവോട് പറയണം, ഏതെങ്കിലും മാരകമായ അറുത്തുമുറിക്കുന്ന രോഗങ്ങളുടെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ. എന്നെ അറുത്തു മുറിക്കല്ലേ അല്ലാ. എന്റെ കൈകാലുകളെ മുറിച്ചു മാറ്റല്ലേ അല്ലാ. പടച്ചവനെ, ആ വേദന സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്താൻ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവെക്കടോ. അല്ലാഹു തന്നതിൽ നമ്മൊരൽപ്പമെടുക്ക്, അല്ലാഹു തന്നതിൽ നമ്മൊരൽപ്പമെടുക്ക്. ഒരിക്കലും നഷ്ടമാകില്ല ചെറുപ്പക്കാരാ. എത്രയോ പൈസ വെറുതെ കളയുന്നടാ പൊന്നുപോര്. ഇത് നിനക്ക് പ്രയോജനമാണ്, ഇത് നിനക്ക് ആഖിറത്തിൽ രക്ഷയുള്ളതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ, ഈ സദഖ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്